ഒച്ചയിൽ കാണിക്കായി. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇച്ചൂട്ടൻ ടി വി കാണുന്നതാണ്. ഞാൻ അടുക്കളയിൽ ദോശ ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വന്നിച്ചാണ് ഇച്ചുകൂട്ടിനോട് സ്വാഗതം പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ രാവിലെ എങ്കിൽ ദോശയും സാമ്പാറും ചട്നിയൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ സാമ്പാറും ഉണ്ടാക്കുമ്പോഴത്തേക്ക് രണ്ടുണ്ട് കാര്യം. നമുക്ക് ചോറ് കൊടുത്തു വിടാനും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെയുള്ള ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അതിന് കഴിക്കാനും നമുക്ക് എളുപ്പമാണല്ലോ നമുക്ക്. പിന്നെ നമുക്ക് ചോറിന് എന്തെങ്കിലും ഒരു സൈഡ് തോരനോ വല്ല കൊണ്ടാട്ടം മുറക്കി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതിൽ കൂടി ചോറും ആയിക്കോ, ചോറിൻ്റെ കറിയാവുമല്ലോ നമുക്ക്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയായി. അഞ്ചുമൊക്കെ പോയി. അവർ 8 മണി 8:15 ആകുമ്പോൾ അവർ പോകും. ഇനി ഇച്ചൂട്ടിൻ്റെ അച്ഛൻ്റെ അമ്മക്കൊക്കെ പോകണം. ഇന്നാണ് ഇച്ചൂട്ടിന് പോകാൻ മടിയുള്ളതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം തന്നെ പോകാൻ വേണ്ടി നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇച്ചൂട്ടിനാണെങ്കിൽ പൊടി ദോശ മതി. ചെറിയ ചെറിയ ദോശകളൊക്കെ ഉണ്ടാക്കുള്ളവർ. ഇങ്ങനെ വലിയ ദോശ ഉണ്ടാക്കിയവന് ഇഷ്ടമല്ല. ചെറുതാകുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 4-5 ദിവസമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് മുക്കിയതിനോട് സാമ്പാറൊന്നും അവൻ കൊണ്ടുപോവുകയില്ല. അപ്പോൾ സോസും പിന്നെ നട്ട്സ് എന്തെങ്കിലുമൊക്കെ എല്ലാം തിരിച്ച് വെച്ച് കൊടുക്കുമതിന്. അപ്പോൾ കഴിച്ചോളൂ. അവിടെയാണ് ബേക്കറി ഐറ്റംസ് ഒന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഈ സാധനമൊക്കെയാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പം അങ്ങനെ റെഡിയായി അങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചൂട്ടൻ പോകാനുള്ള റെഡിയായിരിക്കണം. പിന്നെ അമ്മയും അച്ഛനുമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരും പോകാൻ റെഡിയായിരിക്കണം. ഇതാണ് ഇച്ചൂട്ടിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദോശയുടെ ചട്നിയൊക്കെ കൊടുത്ത് വിടാൻ വേണമെങ്കിൽ അവൻ കഴിക്കില്ല. അതാണ് ഏറ്റവും പാട്. പിന്നെ പാവക്ക ഉണ്ടായതുകൊണ്ട് പാവക്ക കൊണ്ടാട്ടം ഭയങ്കര കാര്യമാണ്. പാവക്ക കൊണ്ടാട്ടം, പിന്നെ ഈ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ പോരെ നെല്ലിക്കയൊക്കെ കൊണ്ടുപോകും. നെല്ലിക്ക കഴിക്കണം. ഉപ്പുളിയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കയ്പ്പ് അതുമൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ്. ചോറ് കൊണ്ടുപോകാനാണെങ്കിൽ ചോറ് കൊണ്ടുപോകണ്ട, അവന് 1 മണിയാകുമ്പോൾ വരുമല്ലോ. ഈ 10:30 കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ചിലപ്പോൾ ഇതൊക്കെ തന്നെ കൊണ്ടുപോകും വേണമെങ്കിൽ. അങ്ങനെയാണ് എപ്പോഴും സ്ഥിരം പതിവ്. അതിന് ഇതൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ.